വെൽക്കം ടു സെക്കൻഡ് ഡേ ഇൻ കോളേജ് ഗായ്സ്. അങ്ങനെ രാവിലെ തന്നെ മെട്രോയിൽ പോവാണ്. മെട്രോയിൽ തിരക്ക് കണ്ടോ? മെട്രോയിൽ ഭയങ്കര തിരക്കാണ്. ഓ, ലേറ്റ് ഒന്നും ആയിട്ടുണ്ടോന്ന് വെച്ചാൽ അറിയില്ല. കറക്റ്റ് ടൈമാണ്, പഞ്ച്വൽ ടൈമാണ്. അതായത് 5 മിനിറ്റ് വൈകിയാൽ ലേറ്റ് ആവും. അങ്ങനെയാണ് നമ്മൾ മെട്രോ പോയിക്കൊണ്ടിരിക്കുന്നത്. സൂചി കുത്താൻ പോലും സ്ഥലമില്ല. രാവിലെ ഒന്നും തിന്നാത്തോണ്ട് ക്രോissant എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. സ്റ്റോപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതിൻ്റെ ഇടയിൽ പറ്റാവുന്ന പോലെയൊക്കെ വീഡിയോ എടുത്ത് ക്രൗഡ് കാണിക്കാൻ, വേറെ ഒന്നും കാണിക്കാനൊന്നും പറ്റുന്നില്ല. ആകെ കാണിക്കാൻ പറ്റുന്ന ഇതാണ്. അങ്ങനെ പിന്നെ ക്രോissant കൈ പിടിച്ച് കോളേജിലേക്ക് നടക്കുക. അതിങ്ങ് തിന്നണം, കാരണം രാവിലെ ഒന്നും കഴിക്കാൻ ടൈം കിട്ടിയിട്ടില്ല. ജീൻസൊക്കെ അലക്കാൻ ഇട്ടേക്കുന്നതുകൊണ്ട് ജീൻസൊന്നും ഇല്ലാത്തതുകൊണ്ട് കിട്ടിയൊരു പാൻറ് എടുത്തിട്ടാണ് നമ്മൾ നടക്കുന്നത്. ബസ് സ്റ്റോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇടയിൽ ബസ്സൊക്കെ എന്താണ് ബസ് സ്റ്റോപ്പ് മാറിപ്പോയായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ മറ്റേ ഈ നാട്ടിലെ പോലെ ഇവിടെ ഓട്ടോ ഒക്കെ ആയിരുന്നു. അങ്ങനെ ക്ലാസ്സിൽ കയറി, കോഫി ബ്രേക്ക് ആയി. കോഫി ബ്രേക്കിൽ പുറത്തിറങ്ങി. ഇന്നലെ ഒട്ടും തണുപ്പുണ്ടായില്ല. അതിന്റെ അഹങ്കാരത്തിൽ ഇന്ന് ഞങ്ങൾ ജാക്കറ്റ് ഒന്നും ഇടാണ്ട് പുറത്തിറങ്ങി. പക്ഷെ ഒടുക്കത്ത് തണുപ്പായിരുന്നു. ഒടുക്കത്ത് തണുപ്പെന്ന് പറഞ്ഞാൽ തണുത്ത് വിറയ്ക്കുമായിരുന്നു. ഈ വിറകാരണം കൊണ്ട് കൂടുള്ളൊരുത്തിക്ക് പനിയും പിടിച്ചായിരുന്നു. പിന്നെ പിറ്റേ ദിവസം കോളേജിലും വന്നില്ല. ഞങ്ങൾ അങ്ങനെ തണുപ്പൊക്കെ സഹിച്ച് അവിടെ കോളേജിന്റെ ഫ്രണ്ടിൽ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. കോഫി ബ്രേക്കിൽ ഒരു ലേസ് കൂട്ടുകാരൻ വാങ്ങിയതാ, നമ്മൾ തട്ടിപ്പറിച്ച് വാങ്ങിച്ചതാ. തട്ടിപ്പറിച്ച് വാങ്ങിച്ചൊന്നുമില്ല, ചോദിച്ചപ്പോൾ കൊണ്ട് തന്നു. പിന്നെ ലേസും പിടിച്ച് എന്ത് ചെയ്യും, ഫുഡ് കഴിക്കാൻ പോകണോ പോണ്ടേ എന്നൊക്കെയുള്ള ചർച്ചയിലാണ്. ഇവിടെ ബിൽഡിംഗ് 4-ലായിരുന്നു ഈ ക്ലാസ്. ഇത് ബിൽഡിംഗ് 1-ൽ വെൽക്കം കിറ്റ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വന്നതാ. വെൽക്കം കിറ്റിനകത്ത് ഒരു തൊപ്പിയും ഒരു സോക്സും ആണ് ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ ഒരു പാർട്ടിയുടെ രജിസ്ട്രേഷൻ നടക്കുന്നുണ്ടായിരുന്നു. 8 മണിക്കായിരുന്നു പാർട്ടി. ഞാൻ ആ പാർട്ടിക്ക് പോകുമ്പോൾ വീഡിയോസ് കുറേ എടുക്കാമെന്ന് കരുതി കുറച്ച് വീഡിയോസേ അതിന് ശേഷം എടുത്തുള്ളൂ. ഞാൻ പോയിട്ട് പാർട്ടിക്കൊക്കെ രജിസ്റ്റർ ചെയ്തു. ദെൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് പ്രൊജക്റ്റ് ആയിരുന്നു. ഗ്രൂപ്പ് പ്രൊജക്റ്റിനകത്ത് ഒരു ഹാറ്റ് ഉണ്ടാക്കും, 4 സൈഡുള്ള ഒരു ഹാറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആ പൂവ് എന്റെയാണ്. ഇത് ഓറഞ്ച് കളറുള്ള ഡെക്കറേഷൻ ഒക്കെ എന്റെയാണ്. എന്നിട്ട് ഞാനായിരുന്നു അതിന്റെ മോഡല്. അതിന്റെ വീഡിയോസ് ഉണ്ട്. അത് കുറെ വീഡിയോസ് ഒക്കെ കിട്ടാനുണ്ട് ഗൈസ്. ഇവിടെ തണുപ്പാണ്, അതാണ് സൗണ്ട് ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം ഇപ്പൊ നല്ല തണുപ്പുണ്ട്. എന്നിട്ട് നമ്മുടെ ടിയ എൻ്റെ ഫ്രണ്ടാണ്, ജർമ്മൻ ഫ്രണ്ടാണ്. ആള് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. ഞാൻ കുണ്ടും വിഴുങ്ങിയ പോലെ നിൽക്കുകയാണ്. ബിക്കോസ് എവറി വൺ ഈസ് ലുക്കിംഗ് അറ്റ് us. നമ്മളെ ആയിരിക്കും എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കാം. കാരണം നമ്മളെ നോക്കിയിട്ട് തൊപ്പിയെ നോക്കിയിട്ട് വേണം ജഡ്ജ് ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടി ഗൈസ്. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടുമെന്ന്. ഒരുപാട് എഫേർട്ട്, അതായത് ഒരുപാട് എഫേർട്ട് ഉണ്ട് ഗൈസ്. ബൈ.